20/4/2024 ആലപ്പുഴ ആറാട്ടുവഴി എന്ന സ്ഥലത്ത് വെച്ച് KL35A 9966 പോളോ എന്ന മോട്ടോർ കാർ ഇവിടുത്തെ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാർ പരിശോധിച്ചിരുന്നു. ഈ വാഹനം പരിശോധിച്ചപ്പോൾ വളരെ ഗുരുതരമായ ഓൾട്രേഷൻ ഈ വാഹനത്തിൽ വരുത്തിയിരിക്കുന്നതായിട്ട് കണ്ടു. ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെയും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെയും നിരന്തരമായ ഇടപെടലുകൾ ഉണ്ടായിട്ട് പോലും ഇത്തരം പ്രവണത പിന്നെയും തുടരുന്നു എന്നുള്ളതാണ് കാണപ്പെടുന്നൊരു വസ്തുത. ഇത് എൻജിൻ മാപ്പിംഗ് ചെയ്തിട്ടുണ്ട്. എൻജിൻ മാപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ECUവിൽ പ്രോഗ്രാം കമ്പനി ഒറിജിനൽ മാനുഫാക്ചറർ പ്രോഗ്രാം ചെയ്ത് വെച്ചിരിക്കുന്ന പ്രോഗ്രാമിൽ ECUവിൽ അതിനകത്ത് മാറ്റം വരുത്തുക. ഈ മാറ്റം വരുത്തുന്നതിന് 2-3 ഉദ്ദേശങ്ങൾ ഉണ്ട്. അനധികൃതമായി ചെയ്യുന്ന മാറ്റമാണ് എഞ്ചിനകത്ത്. അതായത് എഞ്ചിൻ്റെ പവർ കമ്പനി നിർമ്മിച്ചപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നതിനേക്കാൾ കൂട്ടുക എന്നുള്ള ഒരു ലക്ഷ്യമുണ്ട്. അതുപോലെ തന്നെ ഇതിനകത്ത് ECUവിൽ പ്രോഗ്രാം മാറ്റം വരുത്തുമ്പോൾ ഉണ്ടാകുന്ന മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിനകത്ത് പുറത്തേക്ക് പോകുന്ന എക്സോസ്റ്റ് ഗ്യാസിലെ തീ പുറത്തേക്ക് വരത്തക്ക രൂപത്തിൽ അമിതമായ ശബ്ദം പുറപ്പെടുവിക്കും. ഇങ്ങനെ വാഹന റോഡിൽ കൂടി അമിതമായ ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ട് പാഞ്ഞു പോവുകയും മറ്റുള്ളവരുടെ ശ്രദ്ധയെ ആകർഷിക്കുക എന്നുള്ളതായിരിക്കണം ഇത്തരം ഒരു പ്രവൃത്തിയുടെ ഉദ്ദേശം എന്ന് പറയുന്നത്. ഇതേ കുറ്റത്തിന് എറണാകുളം എൻഫോഴ്സ്മെൻറ്റ് RTO 4/5/2024 ഇതേ സമാനമായ കുറ്റം കണ്ടെത്തി അവർ 25,500 രൂപ പിഴ അടപ്പിക്കുകയും വരുത്തിയ മാറ്റങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് പൂർവ്വസ്ഥിതിയിലാക്കാമെന്നും മാപ്പപേക്ഷ എഴുതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വാഹനം വീണ്ടും വിട്ടുകൊടുത്തത്. എന്നാൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഉത്തരവ് നമ്പർ 265/2011 പ്രകാരം സൺ കൺട്രോൾ ഫിലിം നിരോധിച്ചിരിക്കുകയാണ്. എന്നാൽ ഈ വാഹനത്തിൽ സുപ്രീം കോടതിയുടെ വിധിയെ ധിക്കരിച്ചുകൊണ്ട് തന്നെ ഈ വാഹനത്തിലെ വിൻഡോ ഗ്ലാസിനകത്തെല്ലാം വളരെ ഡാർക്കായിട്ടുള്ള സൺ കൺട്രോൾ ഫിലിം പൊട്ടിച്ചിരിക്കുന്നു. അതുവഴി ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ വിധിയെയും ധിക്കരിച്ചിരിക്കുകയാണ്. ഈ വാഹനം ഓടിച്ചിരിക്കുന്നത് ഒരു കാളിദാസൻ S എന്ന് പറയുന്ന ആളാണ്. കാളിദാസൻ S എന്ന് പറയുന്ന ആളുടെ ഡ്രൈവിംഗ് ലൈസൻസ് താൽക്കാലികമായി ഒരു 3 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്യുകയാണ്. അതുപോലെ ഇത് റിപ്പീറ്റഡ് ഒഫൻസാണ്. രണ്ടാമത് വീണ്ടും ഇവർ ഈ ഒഫൻസ് കാണിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് 21,500 രൂപ ഈ മാറ്റം വരുത്തിയതിന് പിഴ ഈടാക്കിയിട്ടുണ്ട്. കൂടാതെ ഇവരുടെ വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു. 23/6/2024 എറണാകുളം ഗസ്റ്റ് ഹൗസിൽ വെച്ച് നടന്ന കേരളത്തിലുള്ള എല്ലാ RTOമാരുടെയും ജോയിൻ്റ് RTOമാരുടെയും മീറ്റിങ്ങിൽ ബഹുമാനപ്പെട്ട ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ കർശനമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇത്തരം വാഹനങ്ങളിലുള്ള ഓൾട്രേഷൻസ് ഒരു കാരണവശാലും അനുവദിക്കാൻ പാടില്ല.